കണ്ണൂരിലെ എഡിയുമായിരുന്ന നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട കേസുകൾ വല്ലാതെ ട്വിസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ട്വിസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ വല്ലാത്ത അവസ്ഥയിലാണ്. അതായത് കണ്ണൂർ ജില്ലാ കളക്ടറുടെ മൊഴി വീണ്ടും പോലീസ് എടുത്തിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ജില്ലാ കളക്ടറുടെ മൊഴി ഒരിക്കൽ ഈ പോലീസ് എടുത്തതാണ്. അപ്പോൾ ആ കളക്ടറുടെ മൊഴി വിശ്വാസമില്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ വ്യക്തതയില്ലാത്തത് കൊണ്ട് എന്നാണ് ഇപ്പോൾ രണ്ടാമത് മൊഴിയെടുത്തതിനെ കുറിച്ച് SITയിലെ ഉദ്യോഗസ്ഥന്മാർ പറയുന്നത്. SIT എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിലെ പോലീസ് ഓഫീസർമാരാണ് ഇപ്പോൾ കളക്ടറെ മൊഴി വീണ്ടും എടുത്തിരിക്കുന്നത്. മൊഴി ഏതെന്നറിയാമല്ലോ. അദ്ദേഹത്തിൻ്റെ മൊഴി രണ്ടാമത് എടുത്തിരിക്കുന്നത് എനിക്ക് തെറ്റുപറ്റി എന്ന് നവീൻ തൻ്റെ മുന്നിൽ വന്ന് തൻ്റെ ചേംബറിൽ വന്ന് തന്നോട് പറഞ്ഞു എന്ന കളക്ടറുടെ മൊഴിയാണ് വീണ്ടും എടുത്തിരിക്കുന്നത്. എന്തിനാണ് ഇപ്പോൾ വീണ്ടും എടുക്കാൻ കാരണം? അതായത് നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ ഹൈക്കോടതിയെ സമീപിച്ചു. ഈ കേസ് തങ്ങൾ ഇപ്പോൾ പോലീസ് നടത്തുന്ന കേസിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല, മാത്രമല്ല ഇതൊരു ആത്മഹത്യയാണെന്ന് പോലും ഞങ്ങൾക്ക് വിശ്വാസമില്ല, ഇത് കൊലപാതകമാണ്, കെട്ടിത്തൂക്കി കൊന്നതാണ് എന്നാണ് ഞങ്ങൾ സംശയിക്കുന്നത്. അങ്ങനെ സംശയിക്കാൻ ഞങ്ങളുടെ മുന്നിൽ ഒരുപാട് യാഥാർത്ഥ്യങ്ങൾ മുന്നിൽ നിൽക്കുന്നു. അതുകൊണ്ട് അത് വെച്ചിട്ടാണ് ഞങ്ങൾ അത് കൊലപാതകമാണെന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ പോലീസിൻ്റെ അന്വേഷണം ഞങ്ങൾക്ക് തൃപ്തികരമല്ല, ഞങ്ങൾക്ക് വിശ്വാസമല്ല. അതുകൊണ്ട് CBI അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് മഞ്ജുഷ കോടതിയെ സമീപിച്ചത്. അങ്ങനെ കോടതിയെ സമീപിച്ചപ്പോൾ പോലീസ് വീണ്ടും ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എന്ന പോലീസ് സംഘം വീണ്ടും ഉണർന്നിരിക്കുകയാണ് എന്നാണ് കാണുന്നത്. അതുകൊണ്ടാണ് കളക്ടറുടെ മൊഴി വീണ്ടും എടുത്തിരിക്കുന്നത്. മാത്രമല്ല ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽപ്പെട്ട ആരും തന്നെ ആരും എന്ന് പറയാൻ പറ്റില്ല, ഉയർന്ന പദവിയിൽപ്പെട്ട ആരും തന്നെ ഈ മഞ്ജുഷയുടെ വീട്ടിൽ വരികയോ മഞ്ജുഷയുമായിട്ടോ മഞ്ജുഷയുടെ ബന്ധുക്കളുടെയോ മൊഴി എടുത്തിട്ടില്ല എന്നതാണ് ഇപ്പോഴും ഇതുവരെയും എടുത്തിട്ടില്ല എന്നാണ് ഈ കോടതിയിൽ മഞ്ജുഷ പറഞ്ഞത്. അന്ന് കോടതി പറഞ്ഞ സമയം വരെ എടുത്തിട്ടില്ല, അതിനുശേഷം ഇതുവരെയും എടുത്തിട്ടില്ല എന്നാണ് നമ്മുടെയും വിവരം. കാരണം ആകപ്പാടെ അവിടെ ഒന്ന് മൊഴിയെടുത്തത് അവിടുത്തെ കണ്ണൂരിലെ ഈ പറയുന്ന സ്ഥലത്തെ SHO ആണ്, പോലീസ് സ്റ്റേഷനിലെ SHO ആണ് അവിടെ വന്നിട്ട് മൊഴിയെടുത്തത്. ആ SHO നേരത്തെയും മൊഴിയെടുത്തിരുന്നു. അതായത് ഈ നവീൻ ബാബുവിൻ്റെ സംസ്കാരം കഴിഞ്ഞതിന് ശേഷം വന്ന് മൊഴിയെടുത്തത് അവിടുത്തെ പോലീസ് സ്റ്റേഷനിലെ SHO ആണ്. അത് അയാൾ അപ്പോഴത്തെ പ്രാഥമിക അന്വേഷണ ഭാഗമായി എടുത്തതാണ്. എന്നാൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ രൂപീകരിച്ച് അവരുടെ അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ആ അന്വേഷണത്തിൻ്റെ ഭാഗമായി വന്ന് മൊഴിയെടുത്തതും ഈ SHO തന്നെയാണ്. ഈ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥമായ ഈ SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ SIT നയിക്കുന്ന ഒരു ഉയർന്ന പോലീസ് ഓഫീസർമാരും ഈ നവീൻ ബാബുവിൻ്റെ വീട്ടിലെത്തിയിട്ടില്ല എന്നതാണ്. അപ്പോൾ ഇനി ഒരുപക്ഷെ വീണ്ടും കളക്ടറുടെ മൊഴി വീണ്ടും എടുത്തതുപോലെ ഇപ്പോൾ മൂന്നാം തവണയും ഇനിയിപ്പോൾ നവീൻ ബാബുവിൻ്റെ വീട്ടിൽ ഈ SITയിലെ പ്രമുഖ പോലീസ് ഓഫീസർമാർ, അതിൽപ്പെട്ട വലിയ ഉയർന്ന പോലീസ് ഓഫീസർമാരുടെ നേതൃത്വത്തിൽ ഇനിയും നവീൻമാരുടെ വീട്ടിൽ ചെന്നിട്ട് മഞ്ജുഷയും മക്കളെയൊക്കെ ചോദ്യം ചെയ്യുകയും മൊഴിയെടുക്കുകയും ചെയ്യും എന്നാണ് തോന്നുന്നത്. അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ആദ്യമായിട്ട് ജില്ലാ കളക്ടറുകളെ വീണ്ടും മൊഴിയെടുത്തത്. എന്തായാലും ജില്ലാ കളക്ടറെ ആ മൊഴിയിൽ വ്യക്തത ഉണ്ടായിരുന്നില്ല. എന്തു തെറ്റുപറ്റി എന്നാണ് ജില്ലാ കളക്ടർ പറഞ്ഞത് എന്ന് അന്വേഷിക്കുകയാണ് ലക്ഷ്യമെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാർ പറയുന്നത്. എനിക്ക് തെറ്റുപറ്റിയെന്ന് പറഞ്ഞു എന്ന മൊഴി മാത്രമാണ് അന്ന് എടുത്തത്. എന്നാൽ എന്താണ് തെറ്റുപറ്റിയത്, എന്തു പ്രവൃത്തിയാണ് താൻ ചെയ്തത് തെറ്റായി തോന്നിയത് എന്ന് കളക്ടറോട് പറഞ്ഞിട്ടുണ്ടോ എന്നതാണ് പോലീസ് ഇപ്പോൾ അന്വേഷിക്കുന്നത്. അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളൊന്നും നമുക്ക് പോലീസിൽ നിന്ന് കിട്ടുന്നില്ല. അത് പോലീസിൻ്റെ രഹസ്യമായ അന്വേഷണ വഴിയാണ്. അവരത് പുറത്ത് വിടണമെന്നില്ല. മാത്രമല്ല അങ്ങനെ പുറത്ത് വിട്ടു കഴിഞ്ഞാൽ അത് രാഷ്ട്രീയമായി കേരളത്തിൽ വല്ലാതെ ചലനങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസ് അത് പുറത്തു വിടാത്തതായിരിക്കാം. എന്തായാലും കേരള പോലീസ് മഞ്ജുഷ കുടുംബവും ഹൈക്കോടതി പോയപ്പോൾ ഈ SIT എന്ന് പറയുന്ന ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ വീണ്ടും ഉണർന്നിരിക്കുകയാണ്. അതങ്ങനെയാണ് കേരളത്തിലെ പോലീസ്. പ്രത്യേകിച്ച് കുറച്ചു കാലമായി 8 വർഷമായിട്ട് എവിടെയെങ്കിലും തലക്കിട്ട് 2 കൊട്ട് കിട്ടുമ്പോൾ മാത്രമാണ് പോലീസ് ഒന്ന് ഉണരുന്നത്. ഇല്ലെങ്കിൽ പാർട്ടിയുടെ കീഴിൽ പാർട്ടി പറയുന്നതനുസരിച്ച് പാർട്ടിക്ക് വേണ്ടി നിൽക്കുക. ഇപ്പോഴും അത് തന്നെയാണ്. കാരണം ഈ അന്വേഷണം രണ്ടാമതും കളക്ടറെ മൊഴിയെടുത്തിരിക്കുന്നതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് നവീൻ ബാബുവിനെ ഒരു അഴിമതി പാപിയാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ്. ഒരു അഴിമതി പാപിയാണ് ഇയാൾ, അഴിമതിക്കാരനാണ് ഇയാളെന്ന് സമർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് വീണ്ടും ഈ മൊഴിയെടുത്തിരിക്കുന്നത് വ്യക്തമാണ്.
അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ ഈ രീതി, അന്വേഷണ രീതി ശരിയല്ല എന്ന് മഞ്ജുഷയും അതുപോലെ കുടുംബവും കരുതുന്നത്. എന്തായാലും CBI വന്നു കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കില്ല, വലിയ സംഭവങ്ങൾ നടക്കുമെന്ന് വിശ്വാസമില്ല. പക്ഷേ എന്തിനാണ് കേരള പോലീസും കേരള ഗവൺമെൻറ്റും CBI വരുന്നതിനെ എതിർക്കുന്നത്, ഭയക്കുന്നത് എന്നതാണ് നമ്മൾക്ക് പൊതുജനങ്ങൾക്ക് സംശയം. അത് ഈ പറയുന്ന തെറ്റുണ്ടെങ്കിൽ തെറ്റ് ചെയ്തവൻ ആരായിരുന്നാലും ഞങ്ങൾ മുഖം നോക്കാൻ നടപടിയെടുക്കുമെന്ന് പറയുന്ന മുഖ്യമന്ത്രിക്കും പാർട്ടിക്കും എന്തുകൊണ്ട് CBI വന്നാൽ അന്വേഷണം നടക്കട്ടെ, അവരുടെ അത് കുറ്റവാളിയാണെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ എന്ന് വിചാരിക്കാതെ CBI വരുന്നതിന് പിന്നെ അപേക്ഷ കൊടുത്തപ്പോൾ തന്നെ അതിനെതിരെ അട്ടഹാസങ്ങൾ പുറപ്പെടുവിക്കുന്നത് എന്തിനാണ്? അതിനെ ഗവൺമെൻറ്റും പാർട്ടിയും ഭയക്കുന്നത് എന്തിനാണ്? ഇപ്പോൾ SIT വീണ്ടും ശക്തമായി വീണ്ടും ഇറങ്ങിയിരിക്കുന്നത് എന്തിനാണ്? ചോദ്യങ്ങൾ ഇപ്പോഴും ബാക്കിയാണ്.